എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളവരും അതുപോലെ തന്നെ ലഭിക്കാൻ പോകുന്നവരും ഉറപ്പായിട്ടും ചെയ്തിരിക്കേണ്ട 2 കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക. അപ്പോൾ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ ഉടനെ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോയിട്ട് ഈ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമ്മുടെ പേജ് രജിസ്റ്റർ ചെയ്യേണ്ടത്. കേന്ദ്ര സർക്കാരിലും കേരള സർക്കാരിലുമുള്ള താൽക്കാലിക സ്ഥിര നിയമനങ്ങൾ നമുക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ഭാവിയിൽ ലഭിക്കുന്നതാണ്. സോ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർ സീനിയോറിറ്റി നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന ആ ഒരു മുറയ്ക്ക് എത്രയും വേഗം തന്നെ ആ ഒരു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസുകളിൽ 10ാം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജോലി ലഭിക്കുന്നതാണ്. എല്ലാ വർഷവും ഗ്രാമീൺ ഡാക് സേവകിൻ്റെ റിക്രൂട്ട്മെൻറ്റുകൾ നടക്കാറുണ്ട്. 10ാം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നിയമനങ്ങൾ നടക്കുന്നത്. അപ്പോൾ 18 വയസ്സ് പൂർത്തിയായതിനു ശേഷം നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പരീക്ഷകളില്ലാതെ 10ൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഗവൺമെൻറ് ജോലി നേടാൻ പറ്റിയൊരു അവസരമാണ് ഗ്രാമീൺ ഡാക് സേവക് നോട്ടിഫിക്കേഷൻ. സോ ഈ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം.